മലപ്പുറം പാണ്ടിക്കാട് കാറിലെത്തിയ സംഘം പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി. വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് ഇന്നലെ രാത്രി പാണ്ടിക്കാട് GLP സ്കൂളിന് സമീപത്ത് വെച്ച് തട്ടിക്കൊണ്ടുപോയത്. ഇവർ കാലങ്ങളായിട്ട് UAE ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 7:45 കൂടിയിട്ടാണ് സംഭവം സംഭവിച്ചെന്ന് വിചാരിക്കുന്ന. ആള് ടൗണിൽ പോയിട്ട് സുഹൃത്തിൻ്റെ കടയിൽ പോയി മടങ്ങി ബുള്ളറ്റ് ബൈക്കിൽ വരുന്ന സമയത്താണ് ഒരു ഇന്നോവ കാറിൽ വന്ന ആളുകളാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിയമപരമായിട്ട് തന്നെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിൽ നമുക്ക് വിശ്വാസമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി പ്രതികളെ പിടികൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 1-2 അല്ല 1.5 കോടിയോളം രൂപ ആവശ്യപ്പെട്ട് ഷമീറിന്റെ ബിസിനസ് പങ്കാളിക്ക് വാട്സാപ്പിൽ കോളും വന്നിട്ടുണ്ട്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. വിപിൻ, ഈ കാണാതായാളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന ആളെ എന്നു മുതലാണ് നാട്ടിലെത്തിയത്? ഈ പറയുന്നത് പോലെ പണം ആവശ്യപ്പെട്ടൊരു തട്ടിക്കൊണ്ടുപോകൽ എന്നതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ടോ? പൊതുവെ അത്തരം കേസുകൾ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അത്തരത്തിലുള്ള വാർത്തകളോട് കേൾക്കാറുണ്ട്. വിവരങ്ങൾ ഓഗസ്റ്റ് 4-നാണ് ഈ ഷമീർ നാട്ടിലേക്ക് വന്നത്. ഇനി ഒരു 10 ദിവസത്തെ ലീവിന് മാത്രമാണ് വന്നത്. അതിനുശേഷം തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കുടുംബമായിട്ട് തന്നെ UAE-യിലാണ് അവർ താമസം. ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഈ വീട് തുറക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി ഈ സുഹൈലിന്റെ അതായത് ഷമീർ വരും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ വാഹനം ഒതുക്കി ഇവർ കാത്തു നിന്നിരുന്നത്. ഇന്നലെ ഏകദേശം ഒരു 8 മണിയോടുകൂടി ബുള്ളറ്റിൽ ഷമീർ വരുന്നു. ഈ സമയത്ത് തന്നെ ഇന്നോവയിലേക്ക് ബലമായി പിടിച്ചു കയറ്റുന്നു. അവിടെ നിന്ന് പോകുന്നു. നിലമ്പൂർ ഭാഗത്തേക്കാണ് ഈ വാഹനം പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിലൊരു സാമ്പത്തികമായിട്ടുള്ള തർക്കം, ഒരു ഇടപാട്, UAE-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പിന്നീട് നടന്നിട്ടുള്ള സംഭവങ്ങൾ. ഇന്ന് 10 മണിയോട് കൂടിയാണ് UAE-യിലുള്ള ഈ ഷമീറിന്റെ ബിസിനസ് പങ്കാളിക്ക് ആദ്യ വാട്സപ്പ് കോൾ വരുന്നത്. അത് ഷമീറിന്റെ ഫോണിൽ നിന്ന് മറ്റൊരാളാണ് വിളിച്ചിരിക്കുന്നത്. 1,60,00,000 രൂപയ്ക്ക് സമാനമായിട്ടുള്ള ചെക്കുകൾ തയ്യാറാക്കി വെക്കണം എന്നുള്ളതായിരുന്നു ആ കോളിന്റെ ഉദ്ദേശം. ഒപ്പം തന്നെ ഈ ഷമീറിന്റെ ഭാര്യയെ വിളിച്ച നിയമപരമായി അല്ലെങ്കിൽ പോലീസിന്റെ കേസുമായി മുന്നോട്ട് പോകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഫോൺ കട്ട് ചെയ്തിരിക്കുന്നത്. വാട്സപ്പിലാണ് വിളിച്ചിരിക്കുന്നത്. UAE നമ്പറാണ് ഷമീർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ട്രേസ് ചെയ്യാനൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു കോളിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നു എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. കണ്ടെത്തുന്നതിന് വേണ്ടി ഊർജിതമായ ശ്രമം പെരിന്തൽമണ്ണ DYSP-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാട്, അത് UAE-യിലെ ഫാർമസി ബിസിനസ്സാണ് ഷമീർ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും വിവരങ്ങളും. ആ രീതിയിലാണ്. വീട്ടിൽ ഇപ്പോൾ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അവർ വലിയ ഞെട്ടലിലാണ്. കാരണം വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ പോലും മാറ്റമില്ലാത്തൊരു സമയത്താണ് ഇന്നലെ 7:45 ഈ തട്ടിക്കൊണ്ടവൽ മലപ്പുറത്ത് നടന്നിരിക്കുന്നത്. സുഹൈൽ, ഇവരൊരു കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കാം. കാരണം ഓഗസ്റ്റ് 4-ന് വരുന്നു, ഇന്നലെ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ വീടിനടുത്ത് ചേർന്ന സ്ഥലത്ത് തന്നെ തട്ടിക്കൊണ്ടുപോകൽ അത്രത്തോളം ഇരുട്ടിയിട്ടില്ല അന്നേരം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ പറയുന്ന ഷമീറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷം തഞ്ചത്തിന് കിട്ടിയപ്പോൾ തട്ടിക്കൊണ്ടുപോയെന്ന നിഗമനത്തിലാണോ പോലീസ് ഉള്ളത്? അതെ, ഇവർ തമ്മിൽ UAE-യിലുള്ള ഇതൊക്കെ പരസ്പരം അറിയുന്ന ആളുകളാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം ആ വാട്സപ്പ് കോൾ വന്നിരിക്കുന്നത് വീട്ടിലേക്കല്ല, ബിസിനസ് പങ്കാളിക്കാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഏകദേശം 1.5 കോടി രൂപയുടെ ചെക്ക് എടുത്തു വയ്ക്കാനൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാണ് ഇതിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണ് ഇതിലേക്ക് എത്തിച്ചത് എന്നുള്ളത്. 4-ാം തീയതി വന്നതിന് ശേഷം ഇവിടേക്ക് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഈ ഷമീർ വരാറുള്ളത്. ഭൂരിഭാഗം സമയവും വിദേശത്ത് തന്നെയാണ്. വളരെ കുറച്ച്, ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് നാട്ടിലേക്ക് വന്നത്. അതിനിടയിലാണ് ഈ തട്ടിക്കൊണ്ടു പോകൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് പ്രദേശത്ത് ഏത് ഭാഗത്തേക്ക് പോയി എന്നുള്ളത് CCTV-കൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നടന്നു വരികയും ചെയ്യുന്നത്. സുഹൈൽ, പുറമേക്കാരല്ല, ഷമീറിനെ വളരെ കൃത്യമായി അറിയുന്നവർ തന്നെയാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന സംശയം ബലപ്പെടുന്നു. ബിസിനസ് പാർട്ട്ണറിനെയാണ് പണത്തിനെ ആദ്യം വിളിച്ചതും. അപ്പോൾ ബിസിനസ് പാർട്ട്ണറെ അടക്കം ഈ ഷമീറിന്റെ ആസ്തി അടക്കം കൃത്യമായി അറിയുന്നവർ ഇതിന് പിന്നിലുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല.